ഗ്രാമം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, തോട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ. കുറച്ച് കമ്മിയാണ് വെള്ളം. ചെരുപ്പ് ഇങ്ങനെ എപ്പോഴും നനച്ചാലേ കേടരും. അക്കോര് അവിടെ എടുത്ത് വെച്ചിരുന്നു. അവിടെ
ഇല്ല. ഇല്ല. വെള്ളം കൂടിയ സമയത്ത് എന്താ പറയുക, ഇത്ര ഭംഗി ഉണ്ടാവില്ല, കലങ്ങിയ വെള്ളവും. ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ്. കൂടുതലുള്ള ടൈമിലാണ് പുഴയിൽ വെള്ളം വരുമ്പോൾ ഇതിൽ നല്ലോണം വെള്ളം വരും. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങളാണ് റോഡ്, ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് കൂടെയാണ് വെള്ളം പോണത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മേലക്കും കനാലാണ്, കുറച്ചങ്ങോട്ട് പോയിട്ട് അവിടുന്ന് മാറിയിട്ട് അവിടുന്ന് താഴോട്ടും കനാലാണ്. ഇവിടെ കുറച്ച് സ്ഥലത്ത് കൂടെ റോട്ടിൽ കൂടെ വെള്ളം പോണത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്രയും വെള്ളം, ഇപ്പോൾ ഇതിലേറെ വെള്ളം വേണമെങ്കിൽ നമുക്കിതിൽ കൊണ്ടുവരാം. പക്ഷേ ഈ തോട് ഇങ്ങനെ പോയിട്ട് പല ഭാഗങ്ങളിലേക്കായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് ഈ തോട്. അപ്പോൾ ഓരോ ഭാഗത്തേക്ക് തിരിച്ചതുകൊണ്ട് വെള്ളം പല വഴിക്കായിട്ട് പോകുമ്പോൾ വെള്ളം ഇവിടെ കുറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഇനി ഇതിങ്ങനെ ഒരു തോടാണ്. അപ്പോൾ ഈ തോട്ടിലൂടെ വെള്ളം വേനൽക്കാകുമ്പോൾ ഇതിൽ അവർ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ താഴത്തേക്കുള്ള വെള്ളം കുറച്ച് കുറയും. പിന്നെ അതാ ഇത് വലിയ കനാലാണ്, കനാലിൽ കൂടെ വെള്ളം പുഴയിൽ നിന്നാണ് ഈ വരുന്നത്. കണ്ടോ, അങ്ങനെ മേലെ പുഴയിൽ നിന്നാണ് കനാല് കെട്ടിയിട്ട് എന്താ പറയുക, കെട്ടുങ്ങെന്നാണ് ഈ വരുന്നത് കേട്ടോ. അങ്ങനെ വന്നിട്ടാണ് നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂടെ ഈ തോട്ടിൽ കൂടെ ഈ വെള്ളം പോണത്. അപ്പോൾ നല്ല രസമാണ്. വൈകുന്നേരമൊക്കെ പുഴയിൽ വെള്ളം വരുന്ന ടൈമിൽ നമ്മളെ തോട്ടിൽ കൂടെ നല്ലോണം വെള്ളം വരും. അപ്പോഴാണ് ഞങ്ങൾ ഈ വല കുത്തി പിടിക്കണത്. ചില ദിവസങ്ങളിലേ മീൻ കിട്ടുള്ളൂ. മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വല പിടിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ വലിയ വലിയ ഞണ്ടിനെ കിട്ടും, ചിലപ്പോൾ വലിയ മീനുകളെ തന്നെ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടൂല. ചില സമയങ്ങളിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളെ കിട്ടും. അപ്പോൾ എല്ലാവരും പറയും, വാഹിദാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തോടായതുകൊണ്ട് നല്ല രസമാകുമല്ലോ, ഇവിടെ നല്ല വൈബാണ്, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമാണ്, ഞങ്ങൾ വരും എന്നൊക്കെ പറയുകയും ചെയ്യും, വരാറുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ വന്ന് പോയിട്ടുണ്ട്. നമ്മളെ വീട് പണി തീർന്നിട്ടില്ല, ഫ്രണ്ട് ഒക്കെ തേച്ച് പിന്നെ എന്താ വെച്ചാൽ പറയുക, ഈ വെള്ളമൊക്കെ അടിച്ചതാണ്. അടുക്കളപ്പണി നമ്മൾ തുടങ്ങണേ ഉള്ളൂ, ഹൗസ് വാമിങ് നടത്തണം, അതിൻ്റെ ഒരുക്കത്തിലാണ്. അപ്പോൾ അടുക്കളപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഫൗണ്ടേഷൻ കീറിയിട്ടുള്ളൂ, പടവ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള നാട് എന്ന് പറയുന്നത്. ഇവിടെ നല്ല രസമാണ്. കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ ഒലിച്ച് പോണ പേടിയൊന്നും പേടിക്കണ്ട, അവർക്ക് പാകത്തിലുള്ള വെള്ളമേ ഉള്ളൂ. കുളിക്കാനും ചാടാനൊക്കെ നമുക്ക് ധൈര്യമായിട്ട് അവരെ ഇതിലിറക്കാൻ പറ്റും, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തോട് തന്നെയാണ് കേട്ടത്. എൻ്റെ വീടുമാണ് ഇതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഈ ഗ്രാമം ഞങ്ങളുടെ ഒരു ഗ്രാമമാണിത്. ഇഷ്ടം പോലെ കഴുങ്ങ്, വാഴ, അതുപോലെയുള്ള എല്ലാവരുടെ വീടുകളിലും പറമ്പുകളിലൊക്കെ നിറച്ച് മരങ്ങളാണ്. ചക്കയായിട്ടും മാങ്ങയായിട്ടും പ്ലാവായിട്ടും, പ്ലാവ് ചക്ക ഉണ്ടാകണത്, മാവ് മാങ്ങ ഉണ്ടാണ്. എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ എന്താ പറയുക, അവനവൻ്റെ ആവശ്യത്തിനുള്ളതെന്ന് പറയും പോലെ പ്ലാവും ചക്കയും മാവും ഒക്കെ ഉള്ള വീടുകൾ തന്നെയാണ്. അപ്പോൾ കൃഷി ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും എന്ന് പറയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി.